ശാന്തി. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ദിവസവും രാത്രിയിൽ തൻ്റെ കണക്കെടുക്കൂ, ഡയറി വയ്ക്കൂ. അപ്പോൾ എവിടെയും നഷ്ടമുണ്ടാകാതിരിക്കട്ടെ എന്ന ഭയമുണ്ടായിരിക്കും. ചോദ്യം: കഴിഞ്ഞ കൽപ്പത്തിലെ ഭാഗ്യശാലികളായ കുട്ടികൾക്ക് ബാബയുടെ ഏതൊരു കാര്യം ഉടൻ ടച്ചാകും? ഉത്തരം: ബാബ ദിവസവും കുട്ടികൾക്ക് ഓർമ്മയുടെ യുക്തികൾ പറഞ്ഞു തരുന്നു. അത് ഭാഗ്യശാലികളായ കുട്ടികൾക്ക് തന്നെയാണ് ടച്ചായിക്കൊണ്ടിരിക്കുന്നത്. അവർ അതിനെ ഉടൻ പ്രവൃത്തിയിൽ കൊണ്ടുവരും. ബാബ പറയുന്നു, കുട്ടികളെ, അല്പം സമയം ഏകാന്തതയിൽ പൂന്തോട്ടത്തിൽ പോയിരിക്കൂ. ബാബയോട് മധുരമധുരമായി സംസാരിക്കൂ. തൻ്റെ ചാർട്ട് വയ്ക്കൂ. എങ്കിൽ ഉന്നതി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓം ശാന്തി. മിലിറ്ററിക്ക് ഏറ്റവും ആദ്യം ജാഗ്രത വരുത്തുന്നു. അറ്റൻഷൻ പ്ലീസ്. ബാബയും കുട്ടികളോട് പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് നിശ്ചയിച്ച് ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നു, ഈ ജ്ഞാനം ബാബയ്ക്ക് ഈ സമയം തന്നെയാണ് നൽകാൻ സാധിക്കുന്നത്. ബാബ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഭഗവാൻ ഉവാചയാണല്ലോ. മുഖ്യമായ കാര്യം ഭഗവാൻ ആരാണ് എന്നതാകുന്നു. ആരാണ് പഠിപ്പിക്കുന്നത്? ഈ കാര്യം ആദ്യം മനസ്സിലാക്കുകയും നിശ്ചയം വരുത്തുകയും ചെയ്യേണ്ടതാണ്. പിന്നെ അതീന്ദ്രിയ സുഖത്തിലും ഇരിക്കണം. ആത്മാവിന് വളരെയധികം സന്തോഷമുണ്ടായിരിക്കണം. നമുക്ക് പരിധിയില്ലാത്ത ബാബയെ ലഭിച്ചു. ബാബ ഒരു തവണ തന്നെയാണ് വന്ന് കൂടിക്കാഴ്ച നടത്തുന്നത് സമ്പത്ത് നൽകാൻ. ഏത് സമ്പത്ത്? വിശ്വത്തിൻ്റെ ചക്രവർത്തി പദമാകുന്ന സമ്പത്ത് നൽകുന്നു. 5000 വർഷം മുമ്പെന്ന പോലെ. ഈ ഒരു ഉറച്ച നിശ്ചയമുണ്ട്. ബാബ വന്നു കഴിഞ്ഞു. വീണ്ടും സഹജ രാജയോഗം പഠിപ്പിക്കുന്നു, പഠിപ്പിക്കേണ്ടി വരുന്നു. കുട്ടികളെ പഠിപ്പിക്കാറില്ല. സ്വയമേ തന്നെ മുഖത്ത് നിന്നും അമ്മ, അച്ഛൻ എന്നത് വന്നുകൊണ്ടിരിക്കും. കാരണം വാക്ക് കേൾക്കുന്നുവല്ലോ. ഇത് ആത്മീയ അച്ഛനാണ്. ആത്മാവിന് ആന്തരിക ഗുപ്ത ലഹരി ഉണ്ടായിരിക്കുന്നു. ആത്മാവിന് തന്നെയാണ് പഠിക്കേണ്ടത്. പരംപിത പരമാത്മാവ് നോളജ്ഫുൾ തന്നെയാണ്. ആ ഒന്നും പഠിച്ചിട്ടില്ല. ആ ഒന്നിൽ നോളജ് ഉണ്ടായിരിക്കുക തന്നെ ചെയ്യുന്നു. ഏത് നോളജാണ്? ഇതും നിങ്ങളുടെ ആത്മാവ് മനസ്സിലാക്കുന്നുണ്ട്. ബാബയിൽ മുഴുവൻ സൃഷ്ടിയുടെയും ആദി മധ്യ അന്ത്യത്തിൻ്റെ നോളജുണ്ട്. എങ്ങനെയാണ് ഒരു ധർമ്മത്തിൻ്റെ സ്ഥാപനയും അനേകം ധർമ്മങ്ങളുടെ വിനാശവും ഉണ്ടാകുന്നത്? ഇതെല്ലാം അറിയുന്നു. അതിനാൽ ആ ഒന്നിനെ എല്ലാം അറിയുന്നവൻ എന്ന് പറയുന്നു. എല്ലാം അറിയുന്നവൻ എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ആരും തന്നെ തീർത്തും അറിയുന്നില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ബാബ മനസ്സിലാക്കിച്ചു തന്നു. ഈ സ്ലോഗനും തീർച്ചയായും ചേർക്കൂ. അതായത്, മനുഷ്യനായിട്ട് അഥവാ ക്രിയേറ്ററിൻ്റെയും രചനയുടെയും ആദി മധ്യ അന്ത്യം, ഡ്യൂറേഷനും റെപ്പിറ്റേഷനും അറിയുന്നില്ല എങ്കിൽ എന്ത് പറയും? ഈ റെപ്പിറ്റേഷൻ, അതായത് പുനരാവർത്തനം എന്ന വാക്കും വളരെ ആവശ്യമാണ്. കറക്ഷൻ ആണെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവല്ലോ. ഗീതയുടെ ഭഗവാൻ ആരാണ് എന്ന ചിത്രം വളരെ ഫസ്റ്റ് ക്ലാസ് ആണ്. മുഴുവൻ വേൾഡിലും ഇതാണ് ഏറ്റവും നമ്പർ 1 തെറ്റ്. പരംപിത പരമാത്മാവിനെ അറിയാത്തത് കാരണം എല്ലാം ഭഗവാന്റെ രൂപമാണ് എന്ന് പറയുന്നു. ഇതുപോലെ കൊച്ചു കുട്ടികളോട് നിങ്ങൾ ആരുടെ കുട്ടിയാണ് എന്ന് ചോദിക്കുമെങ്കിൽ ഇന്ന ആളുടേത് എന്ന് പറയും. ഇന്ന ആൾ ആരുടെ കുട്ടിയാണ്? ഇനിയൊരാളുടേത്. പിന്നെ പറയും, ഇത് എൻ്റെ കുട്ടിയാണ്. അതുപോലെ ഇവരും ഭഗവാനെ അറിയാത്തത് കാരണം നമ്മൾ ഭഗവാനാണ് എന്ന് പറയുന്നു. ഇത്രയും പൂജയും ചെയ്യുന്നു,
പക്ഷേ മനസ്സിലാക്കുന്നില്ല. ബ്രഹ്മാവിൻ്റെ രാത്രി എന്ന് പാടപ്പെടുന്നു. അപ്പോൾ തീർച്ചയായും ബ്രാഹ്മണികളുടെയും രാത്രിയായിരിക്കും. ഇതെല്ലാം ധാരണ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് ധാരണയാകുന്നത് യോഗത്തിൽ ഇരിക്കുന്നവർക്കാണ്. ഓർമ്മയെ തന്നെയാണ് ബലം എന്ന് പറയുന്നത്. ജ്ഞാനമാണെങ്കിൽ സോഴ്സ് ഓഫ് ഇൻകം ആണ്. ഓർമ്മയിലൂടെ ശക്തി ലഭിക്കുന്നു. അതിലൂടെ വികർമ്മം വിനാശമാകുന്നു. നിങ്ങൾക്ക് ബുദ്ധിയുടെ യോഗം ബാബയുമായി ചേർക്കണം. ഈ ജ്ഞാനം ബാബ ഇപ്പോൾ തന്നെയാണ് നൽകുന്നത്. പിന്നെ ഒരിക്കലും ലഭിക്കുന്നതേയില്ല. ബാബയ്ക്കല്ലാതെ ആർക്കും നൽകുവാൻ സാധിക്കില്ല. ബാക്കിയെല്ലാം ഭക്തിമാർഗത്തിൻ്റെ ശാസ്ത്രങ്ങളാണ്, കർമ്മകാണ്ഡത്തിൻ്റെ ക്രിയകളാണ്. അതിനെ ജ്ഞാനം എന്ന് പറയില്ല. സ്പിരിച്വൽ നോളജ് ഒരു ബാബയുടെ അടുക്കലാണുള്ളത്. അത് ബ്രാഹ്മണർക്ക് തന്നെയാണ് നൽകുന്നത്. മറ്റാരുടെയും അടുക്കൽ സ്പിരിച്വൽ നോളജ് ഉണ്ടായിരിക്കുന്നില്ല. ലോകത്തിൽ എത്ര ധർമ്മവും മഠവും രീതികളുമുണ്ട്, എത്ര മതങ്ങളാണുള്ളത്. കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിൽ എത്ര പ്രയത്നമുണ്ടാകുന്നു, എത്ര കൊടുങ്കാറ്റുകൾ വരുന്നു. എൻ്റെ തോണി അക്കരെ എത്തിക്കൂ എന്ന് പാടുന്നുമുണ്ട്. സർവരുടെയും തോണിയെ അക്കരെ പോവുക സാധ്യമല്ല. ചിലത് മുങ്ങിപ്പോവുകയും ചെയ്യും, ചിലത് അവിടെ നിൽക്കും. 2-3 വർഷമാകുന്നു. പലരുടെയും അറിവേയില്ല. ചിലതാണെങ്കിൽ തുണ്ടം തുണ്ടമായി പോകുന്നു, ചിലതാണെങ്കിൽ അവിടെ തന്നെ നിൽക്കുന്നു. ഇതിൽ പ്രയത്നം വളരെയധികമുണ്ട്. ആർട്ടിഫിഷ്യൽ യോഗവും എത്ര ഇറങ്ങിയിരിക്കുന്നു, എത്ര യോഗ ആശ്രമങ്ങളുണ്ട്. ആത്മീയ യോഗ ആശ്രമം ഏതെങ്കിലും ഉണ്ടാവുക സാധ്യമല്ല. ബാബ തന്നെയാണ് വന്ന് ആത്മാക്കൾക്ക് ആത്മീയ യോഗം പഠിപ്പിക്കുന്നത്. ബാബ പറയുന്നു, ഇതാണെങ്കിൽ വളരെ സഹജ യോഗമാണ്. ഇതുപോലെ സഹജമായത് ഒന്നും തന്നെയില്ല. ആത്മാവ് തന്നെയാണ് ശരീരത്തിൽ വന്ന് പാർട്ട് അഭിനയിക്കുന്നത്. 84 ജന്മങ്ങൾ മാക്സിമം ആണ്. ബാക്കി കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കും. ഈ കാര്യങ്ങളും കുട്ടികളായ നിങ്ങളിൽ ചിലരുടെ ബുദ്ധിയിലുണ്ട്. വളരെ പ്രയാസപ്പെട്ടാണ് ബുദ്ധിയിൽ ധാരണയാകുന്നത്. ആദ്യത്തെ കാര്യം ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. എവിടെ പോവുകയാണെങ്കിലും ആദ്യം ബാബയുടെ പരിചയം കൊടുക്കൂ. ബാബയുടെ പരിചയം എങ്ങനെ കൊടുക്കാം? ഇതിനു വേണ്ടി യുക്തി രചിക്കുന്നു. എപ്പോഴാണ് അത് നിശ്ചയമാകുന്നത്? അപ്പോൾ മനസ്സിലാക്കും ബാബ സത്യമാണ് എന്ന്. തീർച്ചയായും ബാബ സത്യ കാര്യങ്ങളാണ് പറയുന്നുണ്ടാവുക. ഇതിൽ സംശയം കൊണ്ടുവരുവാൻ പാടില്ല. ഓർമ്മയിൽ തന്നെയാണ് പ്രയത്നമുള്ളത്. ഇതിൽ മായ ഓപ്പോസിഷൻ ഉണ്ടാക്കുന്നു. ഓരോ നിമിഷവും ഓർമ്മ മറന്നു പോകുന്നു. അതിനാൽ ബാബ പറയുന്നു, ചാർട്ട് എഴുതൂ. അപ്പോൾ ബാബയും നോക്കട്ടെ ആര് എത്ര ഓർമ്മിക്കുന്നു എന്ന്. 1/4% പോലും, അതായത് 1/4% പോലും ചാർട്ട് വെക്കുന്നില്ല. ചിലർ പറയുന്നു നമ്മളാണെങ്കിൽ മുഴുവൻ ദിവസവും ഓർമ്മയിലിരിക്കുന്നുണ്ട് എന്ന്. ബാബ പറയുന്നു, ഇതാണെങ്കിൽ വളരെ പ്രയാസമാണ്. അടികൊള്ളുന്ന ബന്ധനസ്ഥർ പോലും മുഴുവൻ രാവും പകലും ഓർമ്മയിൽ ഇരിക്കും. ശിവബാബ എപ്പോഴാണ് ഈ സംബന്ധികളിൽ നിന്നും നമ്മൾ മുക്തമാവുക? ആത്മാവ് വിളിക്കുന്നു, ബാബ നമ്മൾ ബന്ധനത്തിൽ നിന്നും എങ്ങനെ മുക്തമാകും? അഥവാ ആരെങ്കിലും വളരെയധികം ഓർമ്മയിലിരിക്കുന്നു എങ്കിൽ ബാബയ്ക്ക് ചാർട്ട് അയക്കുമായിരുന്നു. ഡയറക്ഷൻ ലഭിക്കുന്നു. ദിവസവും രാത്രി തൻ്റെ കണക്കെടുക്കൂ, ഡയറി വയ്ക്കൂ. ഡയറി വയ്ക്കുന്നതിലൂടെ ഭയമുണ്ടാകും, നമുക്ക് നഷ്ടം വരാതിരിക്കട്ടെ എന്ന്. ബാബ കാണുകയാണെങ്കിൽ എന്ത് പറയും? ഇത്രയും മോസ്റ്റ് ബിലവഡായ ബാബയെ ഇത്രയും സമയമാണ് ഓർമ്മിക്കുന്നത്. ലൗകിക അച്ഛനെയും സ്ത്രീയെയും നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ട്, എന്നെ ഇത്ര കുറച്ചു പോലും ഓർമ്മിക്കുന്നില്ലല്ലോ. ചാർട്ട് എഴുതൂ. അപ്പോൾ
സ്വയം ലജ്ജ തോന്നും. ഈ അവസ്ഥയിൽ എനിക്ക് പദവി നേടുവാൻ സാധിക്കുകയില്ല. അതിനാൽ ബാബ ചാർട്ടിന്റെ മേൽ ഊന്നൽ നൽകുകയാണ്. ബാബയെയും 84ന്റെ ചക്രത്തെയും ഓർമ്മിക്കണം. എങ്കിൽ പിന്നെ ചക്രവർത്തി രാജാവായി മാറും. തനിക്ക് സമാനം ആക്കുമ്പോഴാണ് പ്രജയുടെ മേൽ രാജ്യം ഭരിക്കുക. ഇത് രാജയോഗമാണ്. നരനിൽ നിന്നും നാരായണൻ ആകുന്നതിൻ്റെത്. എയിം ഓബ്ജക്റ്റ് ഇതാണ്. ഏതുപോലെ ആത്മാവിനെ കാണുവാൻ സാധിക്കില്ല, മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ആത്മാവുണ്ട് എന്നതും മനസ്സിലാക്കുന്നു. ഈ ലക്ഷ്മി നാരായണന്റെ രാജധാനി തീർച്ചയായും ഉണ്ടാകും. ഇവർ ഏറ്റവും കൂടുതൽ പ്രയത്നം ചെയ്തു. അപ്പോൾ സ്കോളർഷിപ്പ് നേടി. തീർച്ചയായും ഇവർക്ക് ധാരാളം പ്രജയുണ്ടാകും. ഉയർന്നതിലും ഉയർന്ന പദവി നേടിയിരിക്കുന്നു. തീർച്ചയായും വളരെയധികം യോഗം ചെയ്തു. അപ്പോഴാണ് പാസ് വിത്ത് ഓണർ ആയത്. നമുക്ക് യോഗം എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നതിൻ്റെ കാരണം കണ്ടെത്തണം. തൊഴിലിൻ്റെയും മറ്റും നൂലാമാലകളിൽ വളരെയധികം ബുദ്ധി പോകുന്നു. അതിൽ നിന്നും സമയം കണ്ടെത്തി ഈ ഭാഗത്തേക്ക് കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതാണ്. കുറച്ചു സമയം കണ്ടെത്തി പൂന്തോട്ടത്തിൽ ഏകാന്തതയിൽ ഇരിക്കണം. ഫീമെയിൽസിന് പോകുവാൻ സാധിക്കില്ല. അവർക്ക് വീട് പരിപാലിക്കേണ്ടതുണ്ട്. പുരുഷന്മാർക്ക് സഹജമാണ്. ആര് കഴിഞ്ഞ കൽപ്പത്തിലെ ഭാഗ്യശാലിയായിരിക്കുമോ അവർക്ക് തന്നെയാണ് ഇത് ടച്ച് ആവുക. പഠനമാണെങ്കിൽ വളരെ നല്ലതാണ്. ബാക്കി ഓരോരുത്തരുടെയും ബുദ്ധി അവരവരുടേതാണ്. ഏത് വിധേനയും ബാബയിൽ നിന്നും സമ്പത്ത് നേടണം. ബാബ എല്ലാ ഡയറക്ഷനും നൽകുന്നു. ചെയ്യേണ്ടത് കുട്ടികൾക്ക് തന്നെയാണ്. ബാബ ജനറലായി ഡയറക്ഷൻ നൽകും. ഓരോരുത്തരും പേഴ്സണലായി വന്ന് എന്തെങ്കിലും ചോദിച്ചാലും ഡയറക്ഷൻ നൽകുവാൻ സാധിക്കും. തീർത്ഥസ്ഥാനങ്ങളിൽ വലിയ വലിയ പർവ്വതങ്ങളിൽ പോകുന്നു. അപ്പോൾ വഴികാട്ടികൾ ജാഗ്രത വരുത്തിക്കൊണ്ടിരിക്കും. വളരെ പ്രയാസപ്പെട്ടാണ് പോകുന്നത്. കുട്ടികളായ നിങ്ങൾക്കാണെങ്കിൽ ബാബ വളരെ സഹജമായ യുക്തി പറഞ്ഞു തരുന്നു. ബാബയെ ഓർമ്മിക്കണം. ശരീരത്തിൻ്റെ ബോധം ഇല്ലാതാക്കണം. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. ബാബ വന്ന് നോളജ് നൽകി തിരിച്ചു പോകുന്നു. ആത്മാവിനെ പോലെ തീവ്രമായ റോക്കറ്റ് മറ്റൊന്നുണ്ടാവുക സാധ്യമല്ല. അവർ മൂണിൻ്റെയും മറ്റും ഭാഗത്തേക്ക് പോകുന്നതിന് എത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നു. ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ഈ സയൻസിൻ്റെ വൈദഗ്ധ്യവും വിനാശത്തിന് സഹായിക്കുന്നു. അത് സയൻസാണ്, നിങ്ങളുടേത് സൈലൻസ് ആണ്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. ഇതാണ് ഡെഡ് സൈലൻസ്. ഞാൻ ആത്മാവ് ശരീരത്തിൽ നിന്നും വേറെയാണ്. ഈ ശരീരം പഴയ ചെരുപ്പാണ്. സർപ്പത്തിൻ്റെയും ആമയുടെയും ഉദാഹരണവും നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ തന്നെയാണ് കീടങ്ങളെ പോലുള്ള മനുഷ്യരെ ഊതി ഊതി മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റുന്നു. വിഷയസാഗരത്തിൽ നിന്നും ക്ഷീരസാഗരത്തിലേക്ക് കൊണ്ടുപോവുക നിങ്ങളുടെ ജോലിയാണ്. സന്യാസിമാർക്ക് ഈ യജ്ഞം, തപം തുടങ്ങിയവ ഒന്നും ചെയ്യേണ്ടതില്ല. ഭക്തിയും ജ്ഞാനവും തന്നെ ഗൃഹസ്ഥികൾക്കുള്ളതാണ്. അവർക്കാണെങ്കിൽ സത്യയുഗത്തിൽ വരേണ്ടതേയില്ല. അവർ ഈ കാര്യങ്ങളെക്കുറിച്ച് എന്തറിയാൻ? ഈ നിവൃത്തി മാർഗത്തിലുള്ളവരുടേതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ആരാണോ പൂർണ്ണമായും 84 ജന്മങ്ങൾ എടുത്തത് അവർ തന്നെ ഡ്രാമയനുസരിച്ച് വന്നുകൊണ്ടിരിക്കും. ഇതിലും നമ്പർ വാറായി വന്നുകൊണ്ടിരിക്കും. മായ വളരെ ബലവാനാണ്. കണ്ണുകൾ വളരെ ക്രിമിനലാണ്. ജ്ഞാനത്തിൻ്റെ 3ാമത്തെ നേത്രം ലഭിക്കുന്നതിലൂടെ കണ്ണുകൾ സിവിലാകുന്നു.
പിന്നെ പകുതി കൽപ്പം ഒരിക്കലും ക്രിമിനൽ ആവുകയില്ല. ഇതാണ് വളരെയധികം ചതിക്കുന്ന ഒന്ന്. നിങ്ങൾ എത്ര ബാബയെ ഓർമ്മിക്കുമോ അത്രയും കർമ്മേന്ദ്രിയങ്ങൾ ശീതളമാകും. പിന്നെ 21 ജന്മം കർമ്മേന്ദ്രിയങ്ങൾക്ക് ചഞ്ചലതയിൽ വരേണ്ടതില്ല. അവിടെ കർമ്മേന്ദ്രിയങ്ങളുടെ ചഞ്ചലത ഉണ്ടാകുന്നില്ല. എല്ലാ കർമ്മേന്ദ്രിയങ്ങളും ശാന്തവും സതോ ഗുണിയുമായിരിക്കും. ദേഹാഭിമാനത്തിന് ശേഷം തന്നെയാണ് എല്ലാം ആസുരീയതയും വരുന്നത്. ബാബ നിങ്ങളെ ദേഹി അഭിമാനിയാക്കി മാറ്റുന്നു. പകുതി കൽപ്പത്തേക്ക് നിങ്ങൾക്ക് സമ്പത്ത് ലഭിക്കുന്നു. ആര് എത്ര പ്രയത്നിക്കുന്നുവോ അത്രയും ഉയർന്ന പദവി നേടും. ദേഹി അഭിമാനി ആകുന്നതിൻ്റെ പ്രയത്നം ചെയ്യണം. പിന്നെ കർമ്മേന്ദ്രിയങ്ങൾ ചതിക്കുകയില്ല. അന്തിമം വരെയും യുദ്ധം തുടർന്നുകൊണ്ടിരിക്കും. എപ്പോഴാണോ കർമാതീത അവസ്ഥ നേടുന്നത് അപ്പോൾ ആ യുദ്ധവും ആരംഭിക്കും. ദിനം പ്രതിദിനം ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. മൃത്യുവിനെ ഭയക്കും. ബാബ പറയുന്നു, ഈ ജ്ഞാനം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. കേവലം ബാബയുടെ പരിചയം നൽകണം. നമ്മൾ ആത്മാക്കളെല്ലാം സഹോദരങ്ങളാണ്. എല്ലാവരും ഒരു പിതാവിനെ ഓർമ്മിക്കുന്നു. ഗോഡ് ഫാദർ എന്ന് പറയുന്നു. ചിലർ പ്രകൃതിയെ മാനിക്കുന്നവരായിരിക്കും. എന്നാൽ ഗോഡ് എന്നൊന്നുണ്ടല്ലോ, ആ ഒന്നിനെ ഓർമ്മിക്കുന്നു. മുക്തി, ജീവൻ മുക്തിക്ക് വേണ്ടി. മോക്ഷം എന്നൊന്നില്ല. വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും റിപ്പീറ്റ് ആകണം. ബുദ്ധിയും പറയുന്നു, എപ്പോഴാണോ സത്യയുഗം ഉണ്ടായിരുന്നത് അപ്പോൾ ഒരേ ഒരു ഭാരതമായിരുന്നു. മനുഷ്യർക്കാണെങ്കിൽ ഒന്നും അറിയില്ല. ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യം ഉണ്ടായിരുന്നുവല്ലോ. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കാര്യം ആവുക സാധ്യമല്ല. 1,00,000 വർഷങ്ങൾ ആയിരുന്നുവെങ്കിൽ എത്ര അനേകം സംഖ്യ ഉണ്ടാകുമായിരുന്നു. ബാബു പറയുന്നു, ഇപ്പോൾ കലിയുഗം പൂർത്തിയായി സത്യയുഗത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. അവർ മനസ്സിലാക്കുന്നത് കലിയുഗമാണെങ്കിൽ ശിശുവാണ്. ഇത്രയും 1000 വർഷത്തിൻ്റെ ആയുസ്സാണെന്ന്. കുട്ടികളായ നിങ്ങൾക്കറിയാം, ഈ കൽപ്പം തന്നെ 5000 വർഷത്തിൻ്റെതാണ്. ഭാരതത്തിൽ തന്നെയാണ് ഇത് സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നത്. ഭാരതം തന്നെയാണ് ഇപ്പോൾ സ്വർഗമായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ശ്രീമത് അനുസരിച്ച് ഈ രാജ്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ആദ്യം ഈ വാക്ക് തന്നെ പറയൂ. എപ്പോൾ വരെ ബാബയിൽ നിശ്ചയമുണ്ടാകുന്നില്ലയോ അതുവരെയും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഏതെങ്കിലും കാര്യത്തിൻ്റെ ഉത്തരം ലഭിച്ചില്ല എങ്കിൽ മനസ്സിലാക്കും, ഇവർ ഒന്നും അറിയില്ല. എന്നിട്ട് ഭഗവാനാണ് നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് പറയുന്നു. അതിനാൽ ആദ്യം ഒരു കാര്യത്തിൽ തന്നെ നിൽക്കൂ. ആദ്യം ബാബയിൽ നിശ്ചയം വരുത്തട്ടെ. അതായത് തീർച്ചയായും എല്ലാ ആത്മാക്കളുടെയും പിതാവ് ഒന്ന് തന്നെയാണ്. അതാണ് രചയിതാവ്. അപ്പോൾ തീർച്ചയായും സംഗമത്തിൽ തന്നെ വരും. ബാബ പറയുന്നു, ഞാൻ യുഗങ്ങൾ തോറുമല്ല, കൽപ്പത്തിൻ്റെ സംഗമയുഗത്തിലാണ് വരുന്നത്. ഞാൻ തന്നെയാണ് പുതിയ സൃഷ്ടിയുടെ രചയിതാവ്. അപ്പോൾ ഇടയിൽ വെച്ച് എങ്ങനെ വരുവാനാണ്? ഞാൻ വരുന്നത് തന്നെ പഴയതിൻ്റെയും പുതിയതിൻ്റെയും മധ്യത്തിലാണ്. ഇതിനെ പുരുഷോത്തമ സംഗമയുഗം എന്ന് പറയുന്നു. നിങ്ങൾ പുരുഷോത്തമനാകുന്നതും ഇവിടെയാണ്. ലക്ഷ്മി നാരായണൻ എല്ലാത്തിലും വെച്ചും പുരുഷോത്തമമാണ്. എയിം ഓബ്ജക്റ്റ് എത്ര സഹജമാണ്. എല്ലാവരോടും പറയൂ, ഈ സ്ഥാപന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ബാബ പറഞ്ഞിട്ടുണ്ട്, പുരുഷോത്തമം എന്ന വാക്ക് തീർച്ചയായും ചേർക്കൂ. കാരണം ഇവിടെ നിങ്ങൾ അധമത്തിൽ നിന്നും
പുരുഷോത്തമം ആകുന്നു. ഇങ്ങനെയെല്ലാമുള്ള മുഖ്യമായ കാര്യങ്ങൾ മറന്നു പോകുവാൻ പാടില്ല. പിന്നെ സംവത്സരത്തിൻ്റെ ഡേറ്റും തീർച്ചയായും എഴുതേണ്ടതാണ്. ഇവിടെ ആദ്യമേ തന്നെ നിങ്ങളുടെ രാജധാനിയാണ് ആരംഭിക്കുന്നത്. മറ്റുള്ളവരുടെ രാജധാനി ആദ്യമേ ഉണ്ടായിരിക്കുന്നില്ല. അവരാണെങ്കിൽ ധർമ്മസ്ഥാപകർ വരുമ്പോഴാണ് അവരുടെ പിന്നാലെ അവരുടെ ധർമ്മത്തിൻ്റെ അഭിവൃദ്ധി ഉണ്ടാകുന്നത്. കോടികളാകണം, അപ്പോഴാണ് രാജധാനി നടക്കുന്നത്. നിങ്ങളുടേതാണെങ്കിൽ തുടക്കം മുതൽ സത്യയുഗത്തിൽ രാജധാനി ഉണ്ടായിരിക്കും. സത്യയുഗത്തിൽ ഇത്രയും രാജധാനി എവിടെ നിന്നും വന്നു എന്നത് ആരുടെയും ബുദ്ധിയിൽ വരുന്നില്ല. കലിയുഗ അന്ത്യത്തിൽ ഇത്രയും അനേകം ധർമ്മങ്ങളുണ്ട്. പിന്നെ സത്യയുഗത്തിൽ ഒരു ധർമ്മവും ഒരു രാജ്യവും എങ്ങനെയുണ്ടായി? എത്ര വജ്രവൈഡൂര്യങ്ങളുടെ കൊട്ടാരമുണ്ട്! ഭാരതം ഇങ്ങനെയായിരുന്നു. അതിനെ പാരഡൈസ് എന്ന് പറഞ്ഞിരുന്നു. 5000 വർഷത്തിൻ്റെ കാര്യമാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കണക്ക് എവിടെ നിന്ന് വന്നു? മനുഷ്യർ എത്ര കുഴങ്ങിപ്പോയിരിക്കുന്നു. ഇപ്പോൾ അവരെ ആര് പറഞ്ഞു മനസ്സിലാക്കിക്കും? നമ്മൾ ആസുരീയ രാജ്യത്തിലാണ് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഇവരുടെ, അതായത് ദേവതമാരുടെ മഹിമയാണെങ്കിൽ സർവഗുണ സമ്പന്നം എന്നാണ്. ഇവരിൽ 5 വികാരങ്ങളില്ല. കാരണം ദേഹി അഭിമാനിയാണ്. അപ്പോൾ ബാബു പറയുന്നു, മുഖ്യമായ കാര്യം ഓർമ്മയുടേതാണ്. 84 ജന്മങ്ങൾ എടുത്തെടുത്ത് നിങ്ങൾ പതീതമായിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും പവിത്രമാകണം. ഇത് ഡ്രാമയുടെ ചക്രമാണ്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ജ്ഞാനത്തിൻ്റെ 3ാമത്തെ നേത്രം ധാരണ ചെയ്ത് ചതിക്കുന്ന തൻ്റെ കണ്ണുകളെ സിവിൾ ആക്കണം. ഓർമ്മയിലൂടെ തന്നെയാണ് കർമ്മേന്ദ്രിയങ്ങൾ ശീതളവും സതോ ഗുണിയും ആകുന്നത്. അതിനാൽ ഈ പ്രയത്നം ചെയ്യണം. തൊഴിൽ തുടങ്ങിയവയിൽ നിന്നും സമയം കണ്ടെത്തി ഏകാന്തതയിൽ പോയി ഓർമ്മയിലിരിക്കണം. നമുക്ക് യോഗം എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നതിൻ്റെ കാരണം നോക്കണം. തൻ്റെ ചാർട്ട് തീർച്ചയായും വെക്കണം. വരദാനം: സഹനശക്തിയിലൂടെ അവിനാശിയും മധുരവുമായ ഫലം പ്രാപ്തമാക്കുന്ന സർവരുടെയും സ്നേഹിയായി ഭവിക്കട്ടെ. സഹിക്കുന്നത് മരിക്കുന്നതല്ല, എന്നാൽ സർവരുടെയും ഹൃദയങ്ങളിൽ സ്നേഹത്തോടെ ജീവിക്കുന്നതാണ്. എങ്ങനെയുള്ള വിരോധിയും ആയിക്കൊള്ളട്ടെ, രാവണനേക്കാളും തീവ്രം ആയിക്കൊള്ളട്ടെ, 1 തവണയല്ല 10 തവണ സഹിക്കേണ്ടി വന്നാലും സഹനശക്തിയുടെ ഫലം അവിനാശിയും മധുരവുമാണ്. ഞാൻ ഇത്രയും സഹിച്ചു, അപ്പോൾ ഇവരും അല്പം ചെയ്യട്ടെ എന്ന ഭാവന കേവലം വയ്ക്കാതിരിക്കൂ. അല്പകാലത്തെ ഫലത്തിൻ്റെ ഭാവന വയ്ക്കരുത്. ദയാഭാവം വയ്ക്കൂ. ഇതുതന്നെയാണ് സേവാഭാവം. സേവാഭാവം ഉള്ളവർ സർവരുടെയും ദൗർബല്യങ്ങളെ ഉൾക്കൊള്ളുന്നു, അവരെ എതിരിടുന്നില്ല. സ്ലോഗൻ: എന്ത് കഴിഞ്ഞു പോയോ അതിനെ മറന്നേക്കൂ. കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ നിന്നും ശിക്ഷണം സ്വീകരിച്ച് ഭാവിയിലേക്ക് വേണ്ടി സദാ ജാഗ്രതയോടെ ഇരിക്കൂ. അവ്യക്ത സൂചന: സ്വയവും സർവരെ പ്രതിയും മനസ്സിലൂടെ യോഗത്തിൻ്റെ ശക്തികളുടെ പ്രയോഗം ചെയ്യൂ. ഏതുപോലെ ബാബ്ദാദയ്ക്ക് ദയ വരുന്നുവോ അതേപോലെ കുട്ടികളായ താങ്കളും മാസ്റ്റർ ദയാഹൃദയരായി തൻ്റെ മനസ്സാവൃത്തിയിലൂടെ വായുമണ്ഡലത്തിലൂടെ ആത്മാക്കൾക്ക് ബാബയിലൂടെ ലഭിച്ച ശക്തികൾ നൽകൂ. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുഴുവൻ വിശ്വത്തിൻ്റെയും
സേവനം സമ്പന്നമാക്കേണ്ടതുണ്ട് എന്നിരിക്കെ തത്വങ്ങൾ സഹിതം സർവ്വതിനെയും പാവനമാക്കേണ്ടതുണ്ട് എന്നിരിക്കെ മനസ്സിലൂടെ തീവ്രഗതിയോടെ സേവനം ചെയ്യൂ. യോഗത്തിൻ്റെ ശക്തികളുടെ പ്രയോഗം ചെയ്യൂ. ഓം ശാന്തി. ദേഹത്തിൽ നിന്നും വേറിട്ട് എൻ്റെ ആത്മസ്വരൂപത്തിൻ്റെ സ്മൃതി ഞാൻ കൊണ്ടുവരുന്നു. അതിസൂക്ഷ്മ പ്രകാശ ബിന്ദുവായി, സട്ടിൽ പോയിന്റ് ഓഫ് ലൈറ്റ് ആയി തിളങ്ങുന്ന എൻ്റെ ആത്മസ്വരൂപത്തെ ഞാൻ ബുദ്ധി കൊണ്ട് ദർശിക്കുന്നു. എൻ്റെ മനസ്സും ബുദ്ധിയും ആത്മസ്വരൂപത്തിൽ സ്ഥിരമാകുമ്പോൾ എൻ്റെ സ്വധർമ്മമായ ശാന്തിയുടെ സ്വരൂപമായി ഞാൻ മാറുന്നു. ഈ ശാന്തിയുടെ അനുഭവത്തിൽ സ്ഥിരമാകുമ്പോൾ ശാന്തിയുടെ അതിഗഹനത എനിക്ക് അനുഭവമാകുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെ പ്രകാശരശ്മികൾ നാനാഭാഗത്തും വ്യാപിക്കുന്നു. ഈ സാകാര സ്വരൂപ അവസ്ഥയിൽ നിന്നും ഞാൻ മനസ്സും ബുദ്ധിയും കൊണ്ട് ബ്രഹ്മലോക നിവാസിയായി മാറുന്നു. ശിവബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്നു. എൻ്റെ സ്മൃതിയുടെ ശക്തി വർദ്ധിപ്പിക്കുമ്പോൾ ജ്ഞാനസൂര്യനായ ബാബ എനിക്ക് സർവശക്തികളുടെയും വരദാനങ്ങൾ കിരണങ്ങളുടെ രൂപത്തിൽ തന്നുകൊണ്ടിരിക്കുന്നതായി ഞാൻ അനുഭവിക്കുന്നു. ശിവബാബയുടെ തേജോമയ രൂപത്തിൽ നിന്നും പ്രസരിക്കുന്ന ശക്തിയുടെ കിരണങ്ങൾ എന്നെ സർവശക്തി സമ്പന്നവും സർവപ്രാപ്തി സ്വരൂപവും ആക്കി മാറ്റുന്നു. ഞാൻ സ്വയം മാസ്റ്റർ സർവശക്തിമാനായി അനുഭവിക്കുന്നു. മസ്തക സിംഹാസനത്തിൽ ഞാൻ മാസ്റ്റർ സർവശക്തിമാനായി വിരാജിക്കുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ വിരാജിക്കും. എൻ്റെ സ്ഥൂലവും സൂക്ഷ്മവുമായ
കർമ്മേന്ദ്രിയങ്ങൾ അധികാരിയായ എൻ്റെ ആജ്ഞാകാരി.